എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. അപ്പോൾ ഇന്ന് നമ്മുടെ ബോച്ചയുടെ ടോഡി പബ്ബിലാണ്. അത് കറക്റ്റ് സ്ഥലം വരുന്നത് നായരമ്പലം എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്ത്, എറണാകുളം ജില്ല, നായരമ്പലത്തിൽ തൊട്ടടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാനാന എന്ന് പറയുന്ന ഓൺലൈനിൽ നിന്നാണ്. ഒരു സൈഡിൽ ഈ കളർ കര, ഇപ്പുറത്തോട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കസവിൻ്റെ കളർ. നല്ല ക്ലോത്താണ്. അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വൈകുന്നേരത്തെ ബോച്ച ടോഡി പബ്ബിലെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷ് നമുക്ക് കുക്ക് ചെയ്തുകൊണ്ട് ആരംഭിക്കാം. വാ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷെഫ് എന്ന് പറഞ്ഞാൽ ആഗ്നലാണ്. ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ഇതിൻ്റെ പേരെന്താ? ഇടുക്കി ഗോൾഡ്. ഇടുക്കി ഗോൾഡ് എന്നാണ്. അതെന്താണ് ഇടുക്കി ഗോൾഡ് എന്ന പേര് കൊടുക്കാനുള്ളതായിരുന്നു? അത് ഇടുക്കിയിലെ ഒരു ട്രഡീഷണൽ ഫുഡാണ്. ട്രഡീഷണൽ ഫുഡ്. അത് മൂപ്പന്മാരൊക്കെ പോയി പഠിച്ച ഫുഡാണ്. അത് പോയി പഠിച്ചാ? ഞാൻ പോയി പഠിച്ച. ഞാൻ തേക്കടി എൽഫംകോട്ടിലായിരുന്നപ്പം അവിടെ നിന്ന് ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഇങ്ങനെ കാട്ടിൽ പോയപ്പോൾ അവൻ അറിയാവുന്നൊരു മൂപ്പനുണ്ടാകും. മൂപ്പൻ്റെ ഒരു റെസിപ്പി അത്. ഓ അങ്ങനെ, ഓക്കെ, ശരി. എണ്ണ ഒഴിക്കുക. എണ്ണ, നമ്മൾ വെളുത്തുള്ളി ചതച്ചത് ഇടുന്നു. വെളുത്തുള്ളി ചതച്ചത്, കുരുമുളക്, കുരുമുളക്, അയ്യോ, ചതച്ച മുളക്. ചതച്ച മുളക്, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ചതച്ച മുളക് അത്ര ഇടുവോ? ഇല്ല. കരിവേപ്പില ചതച്ചത്. കരിവേപ്പില ചതച്ചത്. കുറച്ച് ഉപ്പ്. നമുക്ക് മസാല ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്തിടാം. ഇനിയും അടുത്ത് നമ്മൾ ഇച്ചിരി വിനെഗർ. വെള്ളം ഒഴിക്കണം. സോസായിട്ട് വേണം മീൻ സോസിൽ കിടക്കണം. സോസിൽ കിടക്കണം. ഇത് കാളാഞ്ചിയാണ്. കാളാഞ്ചി ഫ്രൈ ചെയ്ത് വെച്ചേക്കാണ്. ഇടുക്കി ഗോൾഡെന്ന് നിങ്ങൾ കേട്ടപ്പോൾ വേറെ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചെങ്കിൽ മാറി. ഇനി ഈ ഫിഷിനെ ഈ മസാലയ്ക്കകത്തിടും. അതാണ് ഒരു സാധനം. ഇടട്ടെ. എന്നിട്ട് ഈ മസാല മേളിലേക്ക് പൊത്തും. അപ്പം തന്നെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ ചതച്ച മുളകിൻ്റെ മണമുണ്ടല്ലോ. ഇത് ചെറിയ തീയിലിടും. അപ്പോൾ 10 മിനിറ്റ് ഇങ്ങനെ തന്നെ കിടന്നാൽ മാത്രമേ ഈ ഇതിനകത്ത് പിടിച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം ഈ ഫ്രൈ ചെയ്ത ഇതിനകത്ത് മീനകത്തത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് പാൽക്കപ്പ. അയ്യോ, ഇത് രണ്ടും ഒരു രക്ഷയില്ല. ഒരു സൈഡ് വെന്തു അല്ലേ? ഒരു സൈഡ് വെന്തു. ഇനി മറിക്കാം. സൂക്ഷിച്ച് മറിച്ചില്ലെങ്കിൽ ഇടുക്കി ഗോൾഡ്. മാറ്റാം. പാൽക്കപ്പയും ഇടുക്കി ഗോൾഡും. ഓക്കെ. അയ്യോ, ഇതിൻ്റെ ഗ്രേവി കംപ്ലീറ്റ് ഇതിൽ ഒഴിക്കും അല്ലേ? ഇതാണ് സാധനം മോനെ. ഇതാണ് ഇടുക്കി ഗോൾഡ് എന്ന് പറയുന്ന സാധനം. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള പാൽക്കപ്പ അതുകൂടെ ആയതിനു ശേഷം ചൂട് പോവാതെ ഇരിക്കട്ടെ. പെട്ടെന്നത് കഴിക്കണം. പാൽക്കപ്പയാണ് ഇതിൻ്റെ കൂടെ, നമ്മുടെ ഇടുക്കി ഗോൾഡിൻ്റെ കൂടെ കഴിക്കാനുള്ള പാൽക്കപ്പ. വെള്ളമാണല്ലേ?
കപ്പ നമ്മളെ പുഴുങ്ങിയ കപ്പ. അടുത്ത കഴിഞ്ഞ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കാം കേട്ടോ. ഇനി അടുത്ത് മസാല ചേർക്കാനുള്ള സമയം അല്ലേ? എന്തൊക്കെയാണത് മസാല? ഇതിനകത്ത് ചെറുജീരകം, ചെറുജീരകം, വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് മിക്സ് ചെയ്ത സാധനം എണ്ണയിൽ സോർട്ട് ചെയ്ത് സാധനം. ഉപ്പ് അല്ലേ? ഇപ്പം തന്നെ മണം വന്നു മോനെ. അയ്യോ മണം വന്നു മോനെ. ചെറുള്ളിയാണ്. അടുത്ത ചെറുള്ളി ഫ്രൈ ചെയ്ത് അല്ലേ? ഒന്ന് ടൈറ്റ് ആവണം. അപ്പോൾ ഇച്ചിരി കൂടെ ഒന്ന് തീ കൂട്ടി ഒന്ന് ടൈറ്റ് ആവണം ശകലം കൂടെ. ഇനി ഇതിൽ കടുക് താളിച്ചല്ലേ? എത്ര ഇടാമല്ല? കുറച്ചിട്ടോ, ബാക്കി നമുക്ക് അതിൽ ഗാർണിഷ് ചെയ്യാൻ. പാൽക്കപ്പ റെഡിയായി. നമുക്ക് സർവിംഗ് ഡിഷിലേക്ക് കടുക് താളിച്ചത് അതിൻ്റെ മേളിൽ അല്പം. ഇനി ചെറിയ ഉള്ളി വറുത്തത്. ഇനി എന്ത് വേണം? അയ്യോ. അപ്പോൾ നമ്മുടെ ബോച്ചെ ടോഡി പബ്ബിലെ നമ്മുടെ ഷെഫ് ഇന്ന് തയ്യാറാക്കി തന്ന ഇടുക്കി ഗോൾഡും പാൽക്കപ്പയും എന്തെങ്കിലും കൂടെ ഇല്ലേ? എന്തൊക്കെയോ എനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേണ്ട പറയണ്ട, സസ്പെൻസ് ആയിട്ട് അതുകൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഇന്നൊരു സ്പെഷ്യൽ പുഡിങ് കൂടെ ഉണ്ട്. ലോകത്ത് ആദ്യമായിട്ടുള്ള സാധനമാണ് കള്ളിൽ ഉണ്ടാക്കിയ പുഡിങ് അല്ലേ? അത് നമ്മുടെ ബോച്ചയുടെ ടോഡി പബ്ബിൽ മാത്രം കിട്ടുന്നൊരു സാധനമാണ്. അയ്യോ, ഇത് എത്ര സമയം എടുക്കും ഇത് തയ്യാറാക്കി വയ്ക്കാൻ? ഒരു ദിവസം. ഇത് കപ്പലണ്ടി മുട്ടായാണ് കേട്ടോ ഇതിനകത്ത്. നമ്മുടെ സ്വന്തം ബോച്ചയുടെ സ്പെഷ്യൽ ഐറ്റമായ പുഡിങ് കള്ളിൽ നിന്ന് ഉണ്ടാക്കിയത് ലോകത്തിൽ ആദ്യമായൊരു സാധനമാണ് അല്ലേ? അപ്പോൾ എല്ലാ സൗഹൃദങ്ങൾക്കും നല്ല നമസ്കാരം. ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം, ഒരുപാട് ബഹുമാനം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. ഞാൻ എപ്പോഴും സൗഹൃദങ്ങളെ കൂടുതൽ കൊണ്ടു നടക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ ബോച്ചെ ടോഡി പബ്ബിൻ്റെ ബാക്ക് ബോണായ കാരണഭൂതനായ നമ്മുടെ സജീഷ് കല്യാണി അദ്ദേഹമാണ്. നമസ്കാരം. നമ്മൾ എത്ര കാലങ്ങളായിട്ടുള്ള വലിയ സൗഹൃദമാണ്. ഇനി ഒരു സന്തോഷ വാർത്തയോടെ പറയാം, വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ മറ്റൊരു വെർഷൻ നമ്മൾ ആരംഭിക്കുന്നു കുമ്പളങ്ങിയിൽ. ബോച്ചെ ഐലൻഡ് കുമ്പളങ്ങിയിൽ ഒരു ഫ്ലോട്ടിംഗ് ടോഡി പാർലർ പ്ലസ് ഇതിൻ്റെ മറ്റൊരു റേഞ്ചിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളുമായി നമ്മൾ ഉടനെ എത്തുന്നു. പിന്നെ ഇനി അടുത്ത വേറൊരു സന്തോഷ വാർത്തയുണ്ട്, അത് നമ്മൾ പിന്നെ വഴിയേ പറയും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മളെ ഗസ്റ്റാണ്. നിങ്ങളാണ് ഗസ്റ്റ്. നമ്മളിവിടെ എന്തത് ഗസ്റ്റ്? നമ്മളെല്ലാവരും ഗസ്റ്റ് മതിയല്ല. പാൽക്കപ്പയുടെ കൂടെ ഇവിടുത്തെ ഇടുക്കി ഗോൾഡ്, ഏറ്റവും അധികം ഇവിടെ കസ്റ്റമേഴ്സ് ഉള്ളൊരു സാധനമാണ് ഇവിടുത്തെ ഇടുക്കി ഗോൾഡ്. പാൽക്കപ്പ ഒന്ന് അത് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ ഐറ്റം, ടേസ്റ്റിയാ ഈ സാധനം. പാൽക്കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോട്ടയം ഇടുക്കി ആ മേഖലകളിലുള്ള ഒരു സ്ഥിരം സാധനമാണ്, ഹൈ റേഞ്ചിലാണ്. ഞാൻ പണ്ട് പോയപ്പോൾ കഴിച്ചപ്പോൾ ഇതാദ്യം വായിൽ വയ്ക്കുമ്പോൾ ആദ്യം കിട്ടേണ്ട ടേസ്റ്റ് ഞാൻ പറഞ്ഞതല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഒരു അമ്മമ്മ പറഞ്ഞതാണ്. ജീരകത്തിൻ്റെ ടേസ്റ്റാണ് ആദ്യം കിട്ടേണ്ടത്. അത് കറക്റ്റായിട്ട് ഫസ്റ്റ് സ്പൂൺ എടുത്തിടുമ്പോൾ കറക്റ്റ് ജീരകം, പിന്നെ തേങ്ങാപ്പാൽ, പിന്നെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒരു രക്ഷയില്ല. നമിച്ച് ഇടുക്കി ഗോൾഡ്. ആ ചതച്ച മുളകും ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് ഒരു നടക്കി പോണ ഒരു സാധനം അല്ല. സൂപ്പർ സാധനം. നോക്കട്ടെ, ഇഞ്ചി വെളുത്തുള്ളി. ഓ, അയ്യോ, ആ വിനാഗിരി അല്പം സ്പൈസിയാണേ, ശ്രദ്ധിക്കുക. പക്ഷേ ഇതിൻ്റെ മസാലയുടെ ടേസ്റ്റ്, നേരത്തെ ഷെഫ് പറഞ്ഞ പോലെ ഇത് ആദിവാസികളുടെ ഒരു ഡിഷാണ്. അതുകൊണ്ട് തന്നെ
സത്യം പറഞ്ഞാൽ അതേ ടേസ്റ്റിനെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആ കറിവേപ്പില ഓഹോ ഇതിൻ്റെ കൂട്ടൊരു രക്ഷയല്ല കേട്ടോ. നിങ്ങളാണ് ഒരു കൂട്ടൊരു രക്ഷയില്ല. ഇതാ ഇത്രയും അതിൻ്റെ കൂട്ടുകളാണ് കേട്ടോ. ഇനി മീനൊന്ന് നോക്കട്ടെ, ട്രൈ ചെയ്ത് നോക്കട്ടെ മീൻ. പൊളി സാധനമാവും. ആ മീനും ഈ മസാല ഇവിടെ എൻ്റെ അപ്പോ. ഇടുക്കി ഗോൾഡ് അതായത് ആദിവാസികളുടെ ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ട്. കേരളീയം എന്ന് പറയുന്ന സർക്കാരിൻ്റെ ഒരു പരിപാടിയിലെ സംഘാടകരിൽ ഒരാളായിരുന്നു ഞാൻ. അപ്പം അവരുടെ തനത് ഭക്ഷണങ്ങളെല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്, വനസുന്ദരി ചിക്കൻ ഉൾപ്പെടെ. പക്ഷേ ഇടുക്കി ഗോൾഡ് സത്യം പറയാലോ ഞാൻ സുന്ദരിനോട് കടപിടിക്കാൻ ഞാൻ പറയാൻ വേണ്ടി അറിയത്തില്ല. വനസുന്ദരി ചിക്കൻ്റെ വേറൊരു വെർഷനാണ് ഇടുക്കി ഗോൾഡ്. എൻ്റെ അമ്മേ ഒരു രക്ഷയല്ല. ഷെഫിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. കാരണം ഫിഷിനെ ഇമാതിരിയുള്ളൊരു മസാലയിലേക്ക് മിക്സ് ചെയ്ത് പിന്നെ ഉള്ളത് ലോകത്തിലാദ്യമായിട്ട് കള്ളുകൊണ്ടുള്ള പുഡിങ് നോക്കാമേ എങ്ങനെയാണ്. ഇതിൻ്റെ മുകളിൽ കപ്പലണ്ടിയാണ് പുഡിങ്. നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നത്. അൽബ കൊടുക്കാവും. അയ്യോ അതായത് നമ്മളൊരു ഒരുപാട് പ്രായമെത്താത്ത ഇളനീരില്ലേ, അതിനകത്തുനിന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ വഴുമ്പലെന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ കേട്ടോ. ഉറയ്ക്കാത്ത നാളികേരത്തിനകത്തുള്ള ആ സാധനം, ആ സാധനത്തിൻ്റെ വേറൊരു വിഷം. എന്താ ടേസ്റ്റ്. ഓ സത്യം പറഞ്ഞ വ്യത്യസ്തങ്ങളെ പരിചയപ്പെടുത്താൻ ബോച്ചെപ്പോഴും ഏത് ബിസിനസ് ആയാലും മൂപ്പര് മുന്നിലാണ്. ഉണ്ട് അതിൻ്റെ ഒരു വെറൈറ്റിയുടെ ആളാണ്. ഇനി എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം. ഇതിൽ കപ്പലിന്റെ മുട്ടായി ഒന്നും വേണ്ട, ഒരു വകയും വേണ്ട, ഒന്നും ഇടണ്ട. ഇത് ഫ്രഷ് ആയിട്ട് തന്നെ കഴിക്കണം. ഇതിനകത്ത് ഒന്നും ഒഴിക്കാതെ ഇത് ഫ്രഷ് ആയിട്ട് കഴിക്കുമ്പോഴത്തെ വാ. അപ്പൊ അതുപോലുള്ള വ്യത്യസ്തമായ സംഭവമായിട്ട് വീണ്ടും സന്തോഷമായിട്ട് നമ്മളിനി വീണ്ടും കാണും. ഒരു രക്ഷയില്ല.